പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, കൃഷി, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ പദവിയിൽ ഇന്ത്യ മനുഷ്യത്വത്തിന് മുൻതൂക്കം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്നും വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ബ്രിക്സ് സമ്മിറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എഐയിൽ ഒരു ആഗോള സുതാര്യമായ കരാർ ആവശ്യമാണ്, കാലാവസ്ഥയിൽ എല്ലാവർക്കും ന്യായം ആവശ്യമാണ്, മനുഷ്യത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങൾ എല്ലായിടത്തും ആവശ്യമാണ്. ഒപ്പം തന്നെ ഹോട്ടൽ ബ്രസീലിയയിൽ ഇരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി അവിടെ നടത്താനുള്ള കൂടിക്കാഴ്ചകൾ എന്തൊക്കെയാണ്? ഊഷ്മളമായ ഒരു സ്വീകരണമായിരുന്നല്ലോ അവിടെ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വലിയ ഒരു സ്വീകരണം തന്നെയാണ് ബ്രസീലിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തെ ബ്രിക്സിൽ ചേർന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ബ്രസീലിൽ നിന്നും അദ്ദേഹം തലസ്ഥാനമായ ബ്രസീലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനമായും ഉള്ളത് ഇന്ന് ഉഭയകക്ഷി ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഇന്ന് ബ്രസീൽ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി പങ്കുവയ്ക്കുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ക്രിസ്റ്റീന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊർജ്ജം, വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും ഒപ്പം ബ്രസീലും തമ്മിലുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകളിലൊക്കെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെയായിരിക്കും ഇന്നുണ്ടാവുക. ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമായി തന്നെ അത് കാണാനും കഴിയുന്നുണ്ട്. ഇന്ത്യൻ സമൂഹം ഒരുപക്ഷെ ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയിലും ഓരോ രാജ്യത്തും എത്തുമ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലേക്കുള്ള വിപുലമായിട്ടുള്ളൊരു സ്വീകരണം, വൻ വരവേൽപ്പ് തന്നെയാണ് ഇന്ത്യൻ സമൂഹം നൽകുന്നത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ പദവിയിൽ ഇന്ത്യ മനുഷ്യത്വത്തിന് മുൻതൂക്കം നൽകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സഹകരണത്തിനും സുസ്ഥിരതയ്ക്കും പ്രതിരോധ ശേഷിക്കും നവീകരണവും കെട്ടിപ്പടുത്തുക എന്ന ലക്ഷ്യമായിരിക്കും ബ്രിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. വികസിത രാജ്യങ്ങളുടെ ആശങ്കകളാകും പ്രധാന അജണ്ട. കാലാവസ്ഥാ വ്യതിയാനത്തിനും പരിസ്ഥിതി സുരക്ഷയ്ക്കും ഇന്ത്യ എല്ലായ്പ്പോഴും മുൻഗണന നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂട്ടായ പരിശ്രമങ്ങളിലൂടെ മാത്രമേ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ കഴിയൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് അത് ഇന്ത്യയിലാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് 500 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവനാഡിയായി മാറി എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഏതാണെങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്നുള്ളത് ബ്രസീൽ പ്രസിഡന്റുമായുള്ള ചർച്ച തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വിവിധ മേഖലകളിലേക്ക് അടക്കമുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം നമീബിയയിലേക്ക് യാത്ര തിരിക്കും. പിന്നീട് ഈ വിദേശ പര്യടനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഷെഡ്യൂളുകൾ. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അപൂർവ മൂലകങ്ങൾ അടക്കമുള്ള ലിഥിയം പോലുള്ള അപൂർവ മൂലകങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ എല്ലാ രാജ്യങ്ങളും കൂട്ടായ ചർച്ചകൾ നടത്തണം. ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇത് കൈയടക്കി വെച്ചിരിക്കുന്നതിൽ അതിന്റെ കാര്യത്തിലും ചർച്ചകൾ നടക്കണമെന്നതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.